ആന വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണം, വാഹനം റേസ് ചെയ്യരുത്, ഓണടിക്കരുത്. ആന പോയതിന് ശേഷം ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ യാത്ര ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലെ എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആനയുടെ സൗകര്യം നോക്കി എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നടപടികളും സർക്കാർ തീരുമാനിക്കുന്നില്ല. ഞങ്ങളുടെ നിസ്സഹായരാണ്. ഞങ്ങളുടെ പരിഭവം ആരോട് പറയും? ഞങ്ങളുടെ മാനം പിടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളെ ആരെടുക്കും? ഞങ്ങളുടെ കിഡ്നിയോ തലയോ കൊണ്ട് കൊടുത്താൽ ആർക്കും തിന്നുമോ? തരുമോ? ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളെങ്ങനെ ജീവിക്കും? 6 മാസമായി ഒരു രൂപയ്ക്ക് ഞാൻ പണിയെടുത്തിട്ട്. കാരണം ഇല്ല, വേനല, മഴ പെയ്തിട്ടില്ല. ഒരു 100 റബ്ബറുള്ള എനിക്ക് 1 കിലോ ഷീറ്റ് കുത്തിപ്പറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെ ജീവിക്കും ഇവിടെ? എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും? 1500 രൂപ വേണം ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു മാസം മരുന്നിന്. രാജപുരി ആശുപത്രിയില്ല ഞങ്ങൾ മാസം ട്രീറ്റ്മെൻറ്റ് പോകണേ. ഒരു 8 മാസമായി പോയിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ആ ചീട്ടും പ്രകാരം മരുന്ന് മേടിച്ച് കഴിക്കുക. ഇതാ ഞങ്ങളുടെ അവസ്ഥ. ചേട്ടാ, വളരെ മനോഹരമായ സ്ഥലം എന്താണ് കാണാനായിട്ട് മണികണ്ഠൻചാൽ അല്ലേ? ടൂറിസ്റ്റേഴ്സിനൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് പോകാനും ഒരുപാട് സിനിമ ചിത്രീകരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. വളരെ സന്തോഷകരമാണ് ഇവിടുത്തെ ജീവിതം. ഇവിടെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ മനോഹരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. മൃഗങ്ങളുടെ ശല്യങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ബ്ലാവ്, പന്നി, ആന ഇവ ശല്യമാണ്. ബ്ലാവും പന്നിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും അത്ര ക്രൂരമായ ഒരു പീഡനമില്ലായിരുന്നു. ആന ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. കാരണം ഒരു 46 വർഷത്തോളമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ഒരു 3-4 വർഷം ആയുള്ളൂ ആനയുടെ രൂക്ഷമായ ഈ ആക്രമണം തുടങ്ങിയിട്ട്. ആന ഞങ്ങൾ ഈ പരിസരത്ത് കണ്ടിട്ട് പോലുമില്ല. ബ്ലാവ് വല്ലപ്പോഴൊക്കെ വരും, പന്നി വരും എന്നുള്ളതല്ലാതെ അതൊക്കെ ഞങ്ങൾ പയലി കെട്ടിയും കമ്പിപ്പടക്കം വെച്ചു. പന്നി വരുമ്പോൾ അതേ തട്ടി പടക്കം പൊട്ടും ഒച്ച വെക്കും, ഞങ്ങൾ ലൈറ്റ് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഓടിപ്പോകുന്ന ഒരു സമ്പ്രദായമാണ് ഞങ്ങൾക്ക് കുറേയൊക്കെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഒരു കപ്പ പോലും ഞങ്ങൾക്ക് നട്ട് തിന്നാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് അത് സർക്കാർ ജോലികളോ അതുപോലെ അതിനുള്ള അനുസരിച്ചുള്ള വിദ്യാഭ്യാസമോ ഞങ്ങൾക്കില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് എൻ്റെ അപ്പനായിട്ട് വന്നിട്ട് കൃഷിക്കാരായിരുന്നു. ഞങ്ങൾ കൃഷി ചെയ്ത് ഭൂമിയിൽ കപ്പയും ഇഞ്ചിയും ഒക്കെ ചേനയൊക്കെ നട്ട് തിന്നും ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചും കുറച്ച് സ്ഥിരം ലേഖനത്തിന് വേണ്ടി റബ്ബറൊക്കെ വെച്ച് ഞങ്ങൾ അതിനുള്ള ആദായം എടുത്ത് ഞങ്ങൾ ജീവിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സമാധാനപൂർവ്വം ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കാട്ടാന വന്ന് ഞങ്ങളുടെ ഈ റബ്ബറെല്ലാം പറിച്ചു കളയുകയും ഞങ്ങളുടെ പറമ്പെല്ലാം ചവിട്ടി കുളം പോലെയാക്കുകയാണ്. അതായത് ഒരു ചതുപ്പ് നിലം പോലെ കരഭൂമി ചവിട്ടി പറിച്ച് റബ്ബറെല്ലാം കടയോടെ പറിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയാണ്. ഞങ്ങൾക്കൊരു വാഴക്കുല വെട്ടി തിന്നിട്ട് കൊതിയായിട്ട് പാടില്ല. ഞങ്ങൾ കടയിൽ നിന്ന് 60-70 രൂപ കൊടുത്ത് ഒരു വല്ലപ്പോഴും കൊതിയാകുമ്പോൾ ഞങ്ങൾ മേടിച്ചത്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 2.5 ഏക്കർ സ്ഥലം എനിക്കുണ്ട്. ഒരു വാഴയില വെട്ടാൻ എൻ്റെ പറമ്പിലില്ല. അത് മാങ്ങയോടുകൂടി പറിച്ച് തിന്നാണ്. അവിടെ ഒരു വാഴയില കണ്ടിട്ട് കാരണം വല്ലോൻ്റെ പറമ്പിൽ പോകണം. പൂയംകുട്ടി പട്ടയഭൂമിയുടെ വീടിനടുത്ത് നിൽക്കുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ജീവിതം വളരെ വേദനാജനകമായിട്ടുള്ളതാണ്. ആനശല്യം, അതുപോലെ ഞങ്ങൾക്ക് ഒരു രോഗം വന്നാൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഞങ്ങൾക്ക് വാഹന തടസ്സം. ഞങ്ങളുടെ റോഡിൽ മുഴുവൻ ആന. ഞങ്ങൾക്കൊരു 700 മീറ്റർ ഞങ്ങളുടെ റോഡിൽ നിന്ന് ഈ പൂയംകുട്ടി സിറ്റിയിലേക്ക് കടന്നു പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷേ അത് 2 വശത്തും ഒരു റെഞ്ച് താത്തി ഞങ്ങൾക്ക് സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി ഘോരം ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ അയൽപക്കത്തുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വന്ന പേടിയാണ് ഞങ്ങൾക്ക്. വാഹനങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ എവിടെയും വിളിച്ചാൽ കിട്ടും. പക്ഷേ ഇതുകൊണ്ടൊന്നും പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ കവറപ്പിൽ ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളിവിടെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് റോഡിന് 2 വശവും റെഞ്ച് താത്തി ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു അത് ഇപ്പോൾ നടപടിയുള്ള കേസല്ല, ഞങ്ങൾ ആന വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണം, വാഹനം റേസ് ചെയ്യരുത്, ഓണടിക്കരുത്, ആന പോയതിന് ശേഷം ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ യാത്ര ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലെ എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആനയുടെ സൗകര്യം നോക്കി എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ മരിച്ചാലും ശരി, എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ അസുഖം വന്നാൽ ഞാൻ കൊണ്ടുപോകും. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഫോറസ്റ്റുകാർക്ക് ആന തടയാൻ പറ്റിയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്ത് ഞങ്ങൾക്ക് അടുത്ത ആശുപത്രിയിലോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ ഈ റോഡിൻ്റെ 2 വശം അടിയന്തരമായിട്ട് സർക്കാർ അതിന് ഫണ്ടില്ല എന്നൊന്നും പറയണം. ഞങ്ങളൊരാൾ ചത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ 10 ലക്ഷം കൊടുക്കും. 20 ലക്ഷം അവർക്ക് കിട്ടുന്നുണ്ട്, 10 ലക്ഷം അവർ കാക്കും. അത് 10 ലക്ഷം അവർ ഞങ്ങൾക്ക് തരും. അതുകൊണ്ട് ഞങ്ങൾ ആർക്കെങ്കിലും ഒരു 6 മാസത്തേക്ക് ജോലി കൊടുക്കും. അത് കഴിഞ്ഞ് ജോലിയിൽ പ്രാവീണ്യമില്ലാത്തതുകൊണ്ട് അവരെ പിരിച്ചു വിടുമെന്ന് പറയും, അല്ലെ സോമരസാല അവർ എഴുതി പോകും. അങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി കൊടുത്തിട്ടുള്ളവരുടെ എല്ലാ അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ റോഡ് അവർ ഈ 10 ലക്ഷം പോലും വേണ്ട, അത് ഇത് 2 സൈഡും റെഞ്ച് താത്തി അവർ വാഹനം പോകത്തക്ക രീതിയിലുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ. അതുപോലെ ഞങ്ങൾ നിരന്തരം വർഷങ്ങളായി ഞങ്ങൾ ഈ പാലം മണികണ്ഠൻചാൽ പൂയംകുട്ടി പാലം ഒന്ന് നിർമ്മിച്ചു തരാൻ വേണ്ടി ഞങ്ങളുടെ കഴിഞ്ഞ ഭരണകൂടത്തിലുള്ള LDF സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ അതിൻ്റെ സർവേ എടുക്കുകയും അതിന് ഫെൻസിങ് നടത്തുകയും ഡ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്തിട്ടൊരു 18 കോടി രൂപയും കൊണ്ട് നമുക്ക് അടുത്ത തവണ ശരിയാക്കാമെന്ന് പറഞ്ഞു. 5 പേരിവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാൻ മരിച്ചുപോയി. ഒരു 10 പൈസ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഈ നാട്ടുകാർ വെള്ളപ്പൊക്കത്തിൽ ഇവരെ ബോഡിയും മരിച്ചുകൊണ്ട് കട്ടിലേക്കടെ ചുവന്നുകൊണ്ട് നടക്കുകയത്. ഒരു സർക്കാർ ജീവനക്കാരും ഇല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇല്ല, ഒരു MP ഇല്ല, ഒരു MLA ഇല്ല. ഞങ്ങൾ മടുത്തു. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾക്കൊരു പാലം, ഒരു 4 മീറ്റർ ഉയരത്തിൽ ഒരു പാലം അതിൽ പണിയാൻ പറഞ്ഞു. 18 കോടിയാണ് അവർ ബജറ്റ് ഇട്ടേക്കണേ. അത് പണിയാൻ ഈ സർക്കാരിനില്ലേ? തൊഴുത്തുണ്ടാക്കാൻ 50 ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയത്.
ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? ഞങ്ങൾക്കിവിടെ പെൻഷൻ തരുന്നില്ല, ഞങ്ങൾക്ക് സർക്കാർ മാസം ശമ്പളം തരുന്നില്ല. ഞങ്ങളുടെ ഈ കപ്പയും വാഴയും ചേനും നട്ട് അതുപോലെ ഈ റബ്ബറും വെച്ച് അത് കുത്തി 100 മരം വെട്ടിയാൽ 2 ഷീറ്റ് കിട്ടും. ഇപ്പോഴത്തെ ഞങ്ങളുടെ വില കിട്ടിക്കൊണ്ട് ഈ കഴിഞ്ഞ ഒരു 4 മാസം വരെ കിട്ടിക്കണം 110 രൂപ, 120 രൂപ. 2 കിലോ ഷീറ്റ് വിട്ട് കഴിഞ്ഞാൽ 240 രൂപ. 240 രൂപയ്ക്ക് ഞങ്ങൾ 5 കുടുംബങ്ങൾ കഴിയില്ല ഇവിടെ. ചേട്ടാ, നിങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ സർക്കാർ കാണിക്കുമ്പോൾ നിങ്ങൾ ഈ നാട് വിട്ട് പോകണമെന്നായിരിക്കില്ലേ അവരെ ചിന്ത? ഞങ്ങൾക്ക് പോകണമെന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങളുടെ ആരോഗ്യം തീർന്നു. എനിക്ക് 57 വയസ്സായി. ഞാൻ ഇനി ഒരു പുതിയ ഭൂമി സർക്കാർ തന്നെ ഞാൻ അവിടെ കൃഷി ചെയ്ത് ഞാൻ എന്തുണ്ടാക്കി തിന്നും? എൻ്റെ ഭാര്യയ്ക്ക് 10 അടി നടക്കുമ്പോഴത്തേക്കും കാല് തളർന്ന് വീഴുക. നിങ്ങളിവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലെ പിന്നെ ഇങ്ങനെ ചെയ്യോ? ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നടപടികളും സർക്കാർ തീരുമാനിക്കുന്നില്ല. ഞങ്ങളുടെ നിസ്സഹായരാണ്. ഞങ്ങളുടെ പരിഭവം ആരോട് പറയും? ഞങ്ങളുടെ മാനം പിടിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളെ ആരെടുക്കും? ഞങ്ങളുടെ കിഡ്നിയോ തലയോ കൊണ്ട് കൊടുത്താൽ ആരെങ്കിലും തിന്നുമോ? തരുമോ? ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളെങ്ങനെ ജീവിക്കും? 6 മാസമായി 1 രൂപയ്ക്ക് ഞാൻ പണിയെടുത്തിട്ട്. കാരണം ഇല്ല, വേനല, മഴ പെയ്തിട്ടില്ല. ഒരു 100 റബ്ബറുള്ള എനിക്ക് 1 കിലോ ഷീറ്റ് കുത്തിപ്പറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെ ജീവിക്കും ഇവിടെ? എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും? 1500 രൂപ വേണം ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു മാസം മരുന്നിന്. രാജപുരി ആശുപത്രിയിലാണ് ഞങ്ങൾ മാസം ട്രീറ്റ്മെൻറ്റ് പോകണേ. ഒരു 8 മാസമായി പോയിട്ടേ ഇല്ല. ആ ചീട്ടും പ്രകാരം മരുന്ന് മേടിച്ച് കഴിക്കുക. ഇതാ ഞങ്ങളുടെ അവസ്ഥ.